കാണിക കല്യാണം വന്നേ ഒരാടിന്റെ മജ്ബൂസാണ്. ആടിന്റെ മജ്ബൂസ് എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ ഉണ്ടാക്കല്. ഞാൻ തന്നെ 21 ഐറ്റം മജ്ബൂസ് ഉണ്ടാക്കലുണ്ട്. അതിലെ ഒരു ഐറ്റം ആണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടോളി. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മജ്ബൂസ് വെക്കുള്ള ചെമ്പെടുക്കുക. അത് ആടിന്റെ ഊരയുടെ ഭാഗത്തേക്ക് വെക്കുക. പിന്നെ കൗത്തുണ്ട്, കജ്ജുണ്ട്, അതുപോലെ തന്നെ വാര്യലുണ്ട്, പിന്നെ തലുണ്ട്. ഒക്കെപ്പാടെ വെച്ചിട്ട് നേരെ അടുപ്പിന്റെ മൂടുക്കണ് വെക്കുക. തിജ്ജനെ കത്തിക്കുക. അങ്ങോട്ട് എന്ത് ചെയ്യാം, ആട് മൂടുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ മൂടി വെക്കുക. നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഇതേമാതിരി ആകുമ്പോൾ എന്ത് ചെയ്യാൻ അതിനാ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുക്കി മാറ്റുക. ഇതിനിപ്പോ ഫ്രഷ് ആടാണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും ഇതേ കോലത്തിലുണ്ടാവും. ഇതൊരു വൃത്തികെട്ട മണയിക്കാര. ഈ കോരി മാറ്റുന്നത് കാര്യമായിട്ട് ചോരയുണ്ട്. നെജ്ജൊന്നും അത്ര അങ്ങോട്ട് പോരൂല, എന്നാലും കുറച്ചുണ്ടാതിരിക്കൂല. പിന്നെ മജ്ബൂസുകളിൽ 93 ഏലക്കായ, 121 ഗ്രാമ്പ്, 313 വലിയ കുരുമുളക്, പട്ട ആവശ്യത്തിന്. പിന്നെ ഞാൻ മജ്ബൂസ് മസാല 4 സ്പൂണും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂട്ടി യോജിപ്പിക്കുക, മൂടി വെക്കുക. അടുത്ത മജ്ബൂസിന്റെ മസാല ഉണ്ടാക്കുകയാണ്. ചെമ്പടുപ്പിൽ വെക്കുക, തിജ്ജ് കത്തിക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ ആടിന്റെ നെജ്ജ് കുറച്ചേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു 7 ഉള്ളി നൈസായി കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് വാട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചിന്തിച്ചാൽ പോത്ത തക്കാളി ഏഴെടുത്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ചെറിയ തിച്ചിരി ഇരുന്നിട്ടൊന്ന് പദം പറ്റുക. അപ്പൊ നമ്മൾ ചെമ്പിന്റെ മൂടി തുറക്കുക. ആടിനെ നേരെ മലത്തി ഇങ്ങോട്ട് കടത്തുക. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ വെച്ചാൽ വള്ളൊക്കെ അതിന്റെ മുകളിൽ കൂടെ ഒന്ന് പാർന്നു കൊടുത്തിട്ട് ഒരു 8 ഉണക്കനാരങ്ങ 2 സൈഡിൽ ഓരോ തുളക്ക നേരെ ചെമ്പക്കാൻ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് മുമ്പ് ഇടുന്നതാണ്, മറന്നു പോയതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാട്ടിയ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, ഈ ചെമ്പട്ടിന്ന് ഈ ആട് ഇളക്കുന്ന ചെമ്പട്ടിക്കാണ് കോരിട്ട് കൊടുക്കുക. ഇതിൽ മസാല ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചിച്ചാൽ അതിനും കുഴപ്പമില്ല. അങ്ങോട്ട് എന്ത് ചെയ്യുക, ഈ ആട് തിളക്കണ ഈ ചെമ്പട്ടിന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഈ ചെറിയ ചെമ്പട്ടിക്ക് പറഞ്ഞിട്ട് ചെറിയ ചെമ്പട്ടി ചോദിച്ചിട്ട് വീണ്ടും ആട് തിളക്കണ ചെമ്പട്ടിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആ ഉപ്പൊക്കെ പാടുന്ന കൂട്ടി യോജിപ്പിച്ചിട്ടേ ഒന്നും കൂടി മൂടി വെക്കാം. മുതമ്പറ ഒന്നും കൂടി വേക്കാണ്ട് പള്ളയുടെ ഭാഗം വെന്തുക്കണം. ഇവിടെ എന്താ വെച്ചാൽ അതേമാതിരി ഫിനിയാലേക്ക് കുറച്ച് എടുക്കുക. നമ്മൾ എന്ത് വെച്ചാൽ ഉപ്പുണ്ടോ നോക്കുക. ഉപ്പും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. കൂടുതൽ ചിന്തിച്ചാനൊന്നുമില്ല. കമ്മട്ടത്തിനാണെങ്കിലും കണക്ക് ക്ലിയർ ആണ്. മലത്തി കടത്തി ആടിനെ കൗത്തി കടത്ത് അങ്ങോട്ട് എന്ത് വെച്ചാൽ അതേമാതിരി ഉക്കിട്ടിട്ട് നേരെ പൊടിക്കുക. നമ്മൾ ഈ ചട്ടം കൊണ്ടൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപടി ഇവിടെയൊക്കെ പൊട്ടും. ഈ ഉക്കാവുമ്പോഴല്ല വളരെ സിമ്പിൾ ആണ്. ഇല്ലാത്തത് ഇതൊന്ന് വാങ്ങിക്കൊണ്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചട്ടം കൊണ്ട് എടുത്തൊക്കെ. അപ്പൊ കൗത്തുണ്ട്, കാലുണ്ട്, കജ്ജുണ്ട്, വാരിലുണ്ട്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അതിന്റെ കൗത്ത് സംഘാടകർക്കുള്ളതാണ്. അങ്ങോട്ട് എന്ത് ചെയ്യാം, നമ്മളെ കെഗ്ഗി വെച്ച അരി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 20 മിനിറ്റ് മുമ്പ് കെഗ്ഗി വെച്ച അരിയാണ്. നന്നായിട്ടൊന്ന് കൂട്ടി കൊണ്ട് യോജിപ്പിക്കുക. 1.5 മൂടി വെക്കുക. അപ്പൊ വെള്ളം കറക്റ്റ് ആണ്. നമ്മൾ അളന്ന് പാരുന്നൊന്നുമില്ല. ഇപ്പൊ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കെടുത്തിട്ടേ ആ അരി അറിയാതെ ഇങ്ങനെ അളക്കണം. കുത്തി വിറകാൻ നിൽക്കരുത്, അരി പൊട്ടിപ്പോകും. ഇത് ഇറച്ചിയും പുളിയല്ല. അപ്പൊ ഒന്നും കൂടി ശരിയാവേണ്ട. ഒന്നും കൂടി മൂടി വെക്കുക. അപ്പൊ നീരൊക്കെ വലിഞ്ഞു. മല്ലിച്ചപ്പ് കൂടുതലും പൊതിനെ കുറച്ചും നേരെ വെക്കാൻ ഇട്ട് കൊടുക്കുക. വേപ്പിഞ്ചല ചേർക്കണില്ല. പിന്നെ എന്താ ചെയ്യുക, അതിന്റെ മുകളിൽ കുറച്ച് നമ്മളെ മജ്ബൂസ് മസാല, അറബി മസാല ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിച്ചത് മൂടിയാണ് വെക്കുക. അതൊരു ചോറ്റും പാത്രമായുള്ള ചെമ്പാട്ടോ. അതുകൊണ്ട് മൂടി കറക്കണം. അലുമിനിയം ഫോയിലിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആട് നേരെ ചെമ്പിന്റെ മുകളിൽ വെക്കുക. ചെറിയൊരു തിജിലൊരു 25 മിനിറ്റ് വെച്ച മജ്ബൂസ് റെഡിയായി. ഇനി ഏത് പാത്രത്തിൽ നിങ്ങൾ വിളമ്പാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിക്ക് വിളമ്പ, ഒരു അരുന്ന് വിളമ്പ, അത്ര ഇഷ്ടമുള്ളൂ. ആ പ്ലേറ്റിലിട്ട് മൂടി വെച്ച ആടതാ ഈ ദമ്മിടിന് മുമ്പാണെങ്കിൽ ചോറിന് മുകളിൽ വെച്ചിട്ട് അങ്ങനെയും ദമ്മിടട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട് ഇതിന്റെ മേലേക്കാണ് കയറ്റി വെച്ച് കഴിഞ്ഞാല് അവിടെ ചോറ് കുറച്ച് വേവ് കൂടും. അവിടെ ഒരു പീച്ചിട്ട് കഴിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത്. അങ്ങനെ ചെയ്യലുണ്ട്, അതിനും കുഴപ്പമില്ല. ഇപ്പൊ ആടിന്റെ ഊരി തലി മാത്രം ഇതിൽ വെച്ചു. കൗത്ത് ഞങ്ങൾക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തിന്നുള്ളതാണ് ഞങ്ങൾ അലുമിനിയം ഫോയിൽ ഇടലില്ല. അത് എപ്പോഴാണ് തിന്നു പറയാൻ പറ്റില്ല. അപ്പൊ അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് മൂടി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചൂട് ചകരം പുറത്തു പോകില്ല. അപ്പൊ നിങ്ങൾ മജ്ബൂസ് ഉണ്ടാക്കണമെങ്കിലേ ഒരു പാട്ടൊക്കെ 1.5 പാട്ട വെള്ളം അളന്ന് വെച്ചാൽ മതി. വെള്ളം കറക്റ്റ് ആയി മൂടി വെക്കുകയാണ്. ഇന്നുണ്ടാക്കിയ മജ്ബൂസ് വളരെ മസാല കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അഭിപ്രായങ്ങൾ ആരോടും പങ്കുവെക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.